ജ്ഞാനം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് സ്ഫുരിക്കുന്ന ഒന്നല്ല എന്നർത്ഥം. അപ്പോൾ എഴുതിര വരുന്നവർക്ക് തുരിതരായ തലപ്പുഞ്ച മഹാദേവൻ പാർവതി സമേതനായി സ്വയംഭൂ ബിംബത്തിലിരിക്കുമ്പോൾ അവിടെ ഗണപതി ഭദ്രകാളി ശാസ്താവ് പുരുകൻ മുതലായ ചൈതന്യത്തോടു കൂടി തന്നെ കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുമ്പോൾ ജ്ഞാനപ്പഴമായ ഒന്ന് അത് സഗുണ ഉപാസനകളിലൂടെ ചിന്തിക്കുമ്പോൾ പഴനി മലയിലിരിക്കുന്ന ഒന്ന്, പിന്നെയോ കൂട്ടുകുളം ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ബാലസ്വരൂപനായിട്ടുള്ളതായ മുരുകൻ. അപ്പോൾ ജ്ഞാനം സ്ഫുരിക്കേണ്ടത് കിട്ടുന്നത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരാളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതായ യഥാർത്ഥ ജ്ഞാനം സ്ഫുരിക്കുന്നതായ നമ്മളെപ്പോലുള്ളതായ വളരെ കുറച്ച് ആൾക്കാർ, അത് നിരന്തരമായ നാമജപത്തിലൂടെ കിട്ടുന്നതായ ഒരു ഒന്നിനെ അതിനെ സഗുണ ഉപാസനയിൽ നിന്നും പതുക്കെ പതുക്കെ നിർഗുണ ഉപാസനയിലേക്ക് നീവാരാശുഖത്തിന് ഭീതാഭാഷ്യത്തിനും അതസ്യം ശിഖായാമത്തെ പരമാത്മാവസ്ഥ സഹേശ്വസേന്ദ്ര സാക്ഷരപരമസ്വരാട് അക്ഷരപരമസ്വരാടായ ഒന്നിലേക്ക് എത്തിക്കാനായിട്ട് തന്നെയാണ് കഥകൾ പറഞ്ഞു തരുന്നത്. ശിവപുരാണാദികളിലേക്ക് പോകുമ്പോൾ അറിയാം, അവിടെ ജ്ഞാനത്തിൻ്റെ സ്വരൂപമായ മഹാദേവനല്ല അവിടെ പ്രാധാന്യം പലപ്പോഴും പലയിടത്തും കൊടുത്തു കാണുന്നത്. പുളിക്കാപ്പുറമ്പ് ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു തന്ന ഒന്നാണ് മഹാദേവനെ പോലും ജ്ഞാനത്തിൻ്റെ യഥാർത്ഥ ഒന്ന് അറിയാതിരുന്നതായ ഒരു അവസ്ഥയിൽ ഒരു പരീക്ഷണാർത്ഥമായി അവിടെ ഗണപതിയോടും ശ്രീമുരുകസ്വാമിയോടും പറഞ്ഞു ലോകം മുഴുവൻ ചുറ്റി വരാൻ പറഞ്ഞപ്പോൾ അവിടെ ഗണപതി ഭഗവാൻ എന്ത് ചെയ്തു? ഗണപതി ഭഗവാൻ 14 ലോകവും തുമ്പിക്കൈയൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും കീർത്തനങ്ങളെ പാടിക്കൊണ്ട് നടന്നു. ശ്രീരാമസ്വാമി എന്ത് ചെയ്തു? ജഗതപിതരവന്റെ പാർവതി പരമേശ്വരും ജഗത്ത് മുഴുവൻ തന്നിലും താനിലും ഒക്കെ നിറഞ്ഞിരിക്കുന്നതായ ഒറ്റ ചൈതന്യമായ ഒരൊറ്റ പിരിയാൻ വയ്യാത്തതായ കുടുംബം ഇമ്പമുണ്ടായ കുടുംബസമേതം ഇരിക്കുന്നതായ അവിടെ ഏകവചനാണ് പ്രയോഗിക്കുന്നത്. ജഗതപിതരവന്റെ അവിടെ ഒന്നും മടുത്തില്ല. ശ്രീമുരുകസ്വാമി എന്ത് ചെയ്തു? അച്ഛനെ അമ്മയെയും പ്രദക്ഷിണം വെച്ച് അവിടെ നമസ്കരിച്ചു. അപ്പോൾ ഗണപതിക്ക് ജ്ഞാനമില്ല എന്നല്ല പറയുന്നത്, ജ്ഞാനസ്വരൂപമാണ്. പക്ഷെ നമ്മളൊക്കെ ഒന്ന് ഇവിടെ കഥകളിലൂടെ പറഞ്ഞു തരാൻ വേണ്ടി തന്നെ ഒന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രം. ഗണപതിക്ക് ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ബെഡില ഒബ്ലാങ്കേറ്റ എന്നൊരു അവയവമുണ്ട്, അത് ഗണപതിയുടെ ആകൃതിയിലാണ് ഇരിക്കുന്നത്. അത് വിഘ്നങ്ങൾ നശിപ്പിക്കാനും അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനും ഒരൊറ്റ ചൈതന്യമായിരിക്കുന്നതായ ഗണപതിയും. അപ്പോൾ അവിടെ നമ്മളെ ഒന്ന് സാധാരണക്കാരെ അടുപ്പിക്കാൻ പറ്റില്ല. ഗണപതിക്ക് ജ്ഞാനമില്ലാത്തതുകൊണ്ടല്ല എന്നർത്ഥം. അപ്പോൾ അവിടെ മുരുകസ്വാമി ഒറ്റ കാര്യം ചെയ്തുള്ളൂ, മഹാദേവനെയും പാർവതിയെയും പ്രദക്ഷിണം വെച്ച് തൊഴുത് നമസ്കരിച്ചു. ആ തൊഴുത് നമസ്കരിച്ച സമയത്ത് അവിടെ ജ്ഞാനപ്പഴമായിട്ടുള്ളതായ പ്രസാദമായിക്കൊണ്ട് മുരുകസ്വാമിക്ക് നൽകിയപ്പോൾ ഇന്ന് ഷഷ്ടി ദിവസം, ഷഷ്ടി വ്രതമെടുത്തുകൊണ്ട് മുരുകക്ഷേത്രങ്ങളിൽ തൊഴുമ്പോൾ ജലപാനം കഴിക്കാതെ ഉച്ചപൂജയ്ക്ക് ശേഷം ലഭിക്കുന്നതായ ഉണക്കച്ചോറ് അത് ശുദ്ധാശുദ്ധികളെ തന്നെ കീശാന്തിയിൽ നിന്നും മേടിച്ച് പ്രസാദം സ്വീകരിക്കുക മാത്രമേ ഷഷ്ടിവ്രതം അവിടെ പൂർണ്ണമാകുന്നുള്ളൂ. അപ്പോൾ ഭസ്മത്തിൽ ആറാടി നിൽക്കുന്നതായ നമുക്കറിയാം, ഞങ്ങളുടെ ഒരു ഗുരുനാഥയായ ഞങ്ങൾക്ക് തന്ത്രമുള്ളതായ ഒരു ഏനാനല്ലൂർ മഹദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അമ്മയുണ്ടായിരുന്നു. ആയവന അമ്മയ എന്നാണ് വിളിക്കാറ്. അപ്പോൾ അവർ വിഷ്ണുപദം പൂജ ആ ക്ഷേത്രം ഞങ്ങളോട് എടുക്കാൻ പറഞ്ഞു. അമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമെന്ന് ഏത് മതമാണെന്ന് പോലും ഇന്നുവരെ അമ്മയോട് ചോദിച്ചിട്ടില്ല. ആ അമ്മ നമ്മളെയൊക്കെ ഇരുത്തിക്കൊണ്ട് മുത്തപ്പനെ അടക്കം കൊച്ചുകൊച്ചിയിരിക്കുന്നതായ മുത്തപ്പനെ അടക്കം ചിറ്റകളെ അടക്കം ഞങ്ങളെയൊക്കെ ഒരുമിച്ച് അവിടെ ആ ഒരു ചെറിയ ഒരു ക്ഷേത്ര ചൈതന്യത്തിലിരുത്തി. അവിടെ പ്രത്യേകം നമ്മൾ എവിടുന്ന് വരുന്നു, നമ്മൾ എപ്പോഴാണ് അവിടുന്ന് പുറപ്പെട്ടു, നമുക്ക് ഇപ്പം എന്തൊക്കെ ദോഷങ്ങളുണ്ട്, എപ്പം നല്ല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അത്ഭുതമാണ് അമ്മയുടെയൊക്കെ പ്രവർത്തികൾ. അവിടെ ഇരുന്നു കൊണ്ട് അകത്ത് പോയി പ്രസാദം വെച്ച് നമ്മുടെ തലയിൽ വേല് വെച്ചുകൊണ്ട് എല്ലാ ഷഷ്ടിക്കും ആ അമ്മ പോകാറുണ്ട് പണ്ട്. അവരുടെ മക്കളാണ് ഇപ്പോൾ ആ ചെറിയ ക്ഷേത്രം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ജ്ഞാനസ്വരൂപമായിരിക്കുന്നതായ ഒന്നിലേക്ക് എത്തിക്കാൻ അവിടെ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദങ്ങളൊന്നുമില്ല എന്നർത്ഥം. അവിടെ അമ്മ നമ്മളെ ഇരുത്തിക്കൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് ഭാഗ്യസൂത്രം ജപിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആമയങ്ങൾ എല്ലാം മാറി നമ്മുടെ ബോധം തെളിഞ്ഞ് നമുക്ക് സകലവിധ അനുഗ്രഹങ്ങളും നൽകുന്നു. അതിനുശേഷമാണ് നമ്മളവിടെ ഏനാനല്ലൂർ മഹിളമാർക്കായ ക്ഷേത്രത്തിൽ തന്ത്രത്തിന് പോകാറുള്ളത്. അപ്പോൾ ആ ഒരു ഓർമ്മ, ആ ഒരു ഗുരുനാഥയുടെ അനുഗ്രഹം അവരില്ല. അവരിപ്പോൾ മുരുകപദത്തിൽ തന്നെ ചേർന്നു. അവരുടെ മക്കളാണ് ഇപ്പോൾ ക്ഷേത്രം ചെറിയ രീതിയിൽ കൊണ്ടു നടക്കുന്നത്.
അപ്പം വലിപ്പമല്ല പ്രാധാന്യം എന്നർത്ഥം. ബാലസ്വരൂപമായിരിക്കുന്നതായ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. പളനിയിൽ ബാലസ്വരൂപമാണ്, കൂട്ടുകുളത്തിൽ ബാലസ്വരൂപമാണ്, ഞാനീ പറഞ്ഞ ആയമനമ്മയുടെ ചെറിയ ഒരു ക്ഷേത്രത്തിലും ബാലസ്വരൂപമാണ്. അപ്പം വിദ്വാൻ ചരതി ബാലവത്. വിദ്വാൻ നമുക്ക് വേണ്ടത് ബാലവത് ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കാം. ഒരു അർത്ഥത്തിൽ ബാലവത് ആയിട്ട് സഞ്ചരിക്കുക. അപ്പോൾ ഒരു സാധനം കിട്ടി, ഒരു കളിപ്പാട്ട് കിട്ടി, അതൊന്ന് ഉപയോഗിച്ചു, പിന്നെ അത് കളഞ്ഞു, അപ്പോൾ അതിനുള്ള ടച്ച് വിട്ടു. പിന്നെ സഞ്ചരിക്കാവുന്ന ജഡ ഉന്മത്ത പിശാചവൽ, താടി വലിക്കാതെ മുറിക്കാതെ ജഡ ഉന്മത്ത പിശാചവൽ, കുളിക്കാതെ ഒക്കെ കൊണ്ട് ജ്ഞാനസ്വരൂപമായിക്കൊണ്ട് നടക്കാം. നാരായണത്വ തമ്പുരാൻ, നമ്മൾ വിളിച്ചിരുന്ന നാരായണത്വ ഭ്രാന്തൻ അടക്കം നടന്നിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം സമൃദ്ധിയായിട്ട് ഭംഗിയായിട്ട് നടക്കുക, അല്ലെങ്കിൽ ജഡോന്മത്ത പിശാചവൽ, ജഡോന്മത്ത പിശാചിനെ പോലെ നടക്കുക. ജഡോന്മത്ത കുളിയില്ല, നനയില്ല, അത് ശരീരബോധം അവിടെയില്ല. രണ്ടർത്ഥത്തിലും ശരീരബോധം അവിടെ ഇല്ലാണ്ടാവുന്ന അർത്ഥം. അപ്പോൾ രണ്ട് രീതിയിലും സ്വീകരിക്കാം. അപ്പറിഷ്ടം പ്രവസ്ഥ, അകത്തുമല്ല പുറത്തുമല്ലാതെയും പിന്നെ ജഡോന്മത്ത പിശാചവലായിക്കൊണ്ട് നടക്കാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥ ഭ്രാന്ത് എന്ന് പറയുന്നത്, ആൾക്കാർ നിനക്കൊക്കെ ഭ്രാന്താന്ന് പറയാറുണ്ട് പലപ്പോഴും. യഥാർത്ഥമായ ഒരു ആനന്ദം അതിൽ തന്നെ കിട്ടുള്ളൂ. എന്ത് ലഹരി ഉപയോഗിച്ചാലും കിട്ടുന്നത് 1.5-2 മണിക്കൂറോ ഒക്കെ 3 മണിക്കൂറോ ആ ലഹരിയുടെ പ്രത്യേകതയുള്ളൂ. ഭക്തി എന്നായ പ്രത്യേകത, ജ്ഞാനം എന്നായ അത് സംശയമൊന്നുമില്ല, അതിൻ്റെ ആനന്ദം 24 hours നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ബാക്കി എന്ത് ലഹരി അകത്ത് ചെന്നാൽ പോലും വളരെ കുറച്ച് സമയം മാത്രമേ നിൽക്കുള്ളൂ. യഥാർത്ഥ നാമജപത്തിൻ്റെ ആനന്ദം, യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ആനന്ദം, യഥാർത്ഥ ശക്തിയുടെ ആനന്ദം. അപ്പം നമ്മൾ തന്നെയാണ് ഈശ്വരൻ, നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ, നമ്മൾ തന്നെയാണ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും അർത്ഥം. ആ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ. ദാമം കൊണ്ടമ്മ പീഡിച്ചു വലിച്ചപ്പോൾ ദാമോദരനായി നിന്ന കൃഷ്ണഗിരി. അവിടെ ദാമം എന്നൊരർത്ഥം ഭൂമിദേവി എന്നും കൂടെ അർത്ഥമുണ്ട്. ദാമം എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥമുണ്ട്. ദാമോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുണ്ട്. അമ്മയെക്കൊണ്ട് ദങ്കുലൂന ഭൂത്തേന, അവിടെ 2 അങ്കുലം കുറവ് വന്നു എന്നർത്ഥം. അവിടെ അത് യശോദാമ്മയ്ക്ക് അല്ലെങ്കിൽ അഹങ്കാരമൊന്നും ഉണ്ടായിട്ടില്ല. പുത്രസ്നേഹ സ്നേഹസ്നതി, അത് കുട്ടികളെ കാണുമ്പോൾ തന്നെ സൈന്യത്തിൽ നിന്നും പാല് ചൊരുത്തുന്നതായ ഒരു സ്നേഹപ്രതീകമായ ഒരമ്മ അവിടെ ദങ്കുലൂനം അഭൂത്തേന. അവിടെ ഈശ്വരനായി കാണിക്കാൻ തന്നെ തൻ്റെ മകൻ മാത്രമല്ല യഥാർത്ഥ ഈശ്വരനാണെന്ന് ഒരു നിമിഷം അമ്മയ്ക്കും കൂടെ കാണിച്ചു കൊടുക്കാനാണ്. പലപ്പോഴും മായ അവിടെ ബാധിച്ചിരുന്ന പക്ഷെ വാ വിളിച്ചപ്പോൾ ലോകം മുഴുവൻ കണ്ടതാണ് യശോദാമ്മ. അപ്പം പലപ്പോഴും മായ ബാധിച്ചിരുന്നാൽ പോലും അവിടെ വീണ്ടും ഈശ്വരനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചെങ്കിൽ മാത്രമേ തൻ്റെ ജന്മ ഉദ്ദേശം അവിടെ പ്രാവർത്തികമാക്കുള്ളൂ. അങ്ങനെ പ്രാവർത്തികമാക്കുന്ന കൃഷ്ണജന്മമാണെങ്കിലും മഹാദേവൻ്റെ ജന്മമാണെങ്കിലും മുരുക ജന്മമാണെങ്കിലും ഏത് ജന്മമാണെങ്കിലും ഒന്നേ ഉള്ളൂ, ഒരൊറ്റ ചൈതന്യമുള്ളൂ, ഒരൊറ്റ സക്രിയേ ഉള്ളൂ. സഗുണ ഉപാസനയിലൂടെ നമ്മൾ 10,000-കണക്കിന് ശബരിമല ശാസ്താവ് അടക്കം നമ്മൾ ഉപാസിക്കുമ്പോൾ, കെട്ടുനിറക്കിടക്കം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഒന്നാണ് എന്നർത്ഥം. ദേവി ഒന്നാണ്, മഹാദേവൻ ഒന്നാണ്, പാർവതി ഒന്നാണ്, ഗണപതി ഒന്നാണ്, മുരുകൻ ഒന്നാണ്, ശാസ്താവ് മുരുകൻ, ഞാൻ ഒന്നാണ്. ഭാഗവതത്തിൻ്റെ ആചാര്യന്മാർ ഒന്നാണ്, ആചാര്യസ്ഥാനത്തിരിക്കുന്നതായ അമ്മമാരൊന്നാണ്, ഭക്തജനങ്ങൾ ഒന്നാണ്. ഒന്നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളയിലും ഉണ്ടായൊരിണ്ടൽ ബത മിണ്ടാമതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകണേ വരത നാരായണായ നമ. അപ്പോൾ എല്ലാ ഭാവങ്ങളും മാറിക്കൊണ്ട് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനും ലോകം നന്മ ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുമ്പോൾ ഷഷ്ടി വ്രതങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ. അസ്ഥിക്ക് മകയില്ലാത്തവർക്ക് അസ്ഥി തരാനും അതുപോലെ തന്നെ കഷ്ടിച്ച് ജീവിതമാർഗം നടക്കുന്നവർക്ക് ധാരാളം ജീവിതമാർഗങ്ങൾ ഉണ്ടാക്കി തരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ കാര്യമായിട്ടും പ്രാർത്ഥിക്കുന്നു. കീർത്തനാദേവ കൃഷ്ണസ്യ സർവസാർത്ഥോപലഭ്യത. ഭഗവാന്റെ കീർത്തനങ്ങൾ ചെല്ലുന്നവർക്ക് സർവ്വ സ്വാർത്ഥം ലഭിക്കുന്നു. അതുമാത്രമല്ല മുക്തസംഗ പരംപ്രജയത്. യഥാർത്ഥ ജ്ഞാനം നേടിക്കൊണ്ട് അവസാന നിമിഷം ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. മുക്തസംഗ പരംപ്രജയത്. അവസാനം എല്ലാ ബന്ധങ്ങളും വിട്ട് ഈശ്വരനിലേക്ക് ലയിക്കാൻ സാധിക്കുന്ന ഭാഗവതാദി പുരാണങ്ങളും മുമ്പ് 2 പ്രാധാന്യമായിട്ട് ഒന്നുകൂടെ പറയുന്നു. ഒന്ന് കീർത്തനാദേവ കൃഷ്ണസ്യ സർവസാർത്ഥോപലഭ്യത. കീർത്തനാദേവ കൃഷ്ണസ്യ മുക്ത സംഘ പരംപ്രജയത്. ശിവായ പാർവതീശ പാപനാശനാഹരേ.